പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയം നല്ല രീതിയിൽ നാം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി ഖുർആനിലൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അധിക ജനങ്ങളും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹങ്ങളുണ്ട്. സമയം എന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് അസ്സിഹത്ത്, അവൻ്റെ ആരോഗ്യം. പിന്നെ വൽഫറാ, ഒഴിവ് സമയം. ആ 2 സന്ദർഭങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയം എന്തിന് ചിലവഴിച്ചു, നമ്മുടെ ആരോഗ്യം എന്തിന് ചിലവഴിച്ചു എന്ന് മാശറയിൽ വെച്ച് നമ്മളോട് ചോദിക്കും. ഇന്ന് മനുഷ്യർ യാതൊന്നും ചിന്തിക്കാതെ അവൻ്റെ ഓരോ സമയവും അവന് ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് എന്ന് ചിന്തിക്കാതെ അവർ സോഷ്യൽ മീഡിയകളിലും അവർ ഉല്ലാസങ്ങളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് ആ സമയം വേസ്റ്റാക്കുകയാണ്, വെറുതെ കളയുകയാണ്. അവർ ഹിസാബിനെക്കുറിച്ചോ, ഞാൻ ഓരോ സമയവും കഴിഞ്ഞു പോകുന്നത് മരണത്തിലേക്ക് അടുക്കാനാണ് എന്നുള്ള ചിന്ത, ഒരു ഹിസാബുണ്ട് എന്ന ചിന്തയില്ലാതെയാണ് ഓരോരുത്തരുടെയും പ്രവർത്തനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്തറബത്തിൽ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവരുടെ ഹിസാബ് അടുത്തിരിക്കുന്നു, പക്ഷേ അവർ അശ്രദ്ധയിലാണ് എന്ന്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമുക്ക് സമയം എന്ന് പറയുന്നത് 3 ദിവസമാണ്. ഒന്ന് ഇന്നലെയാണ്, അത് കഴിഞ്ഞു പോയി. ആ ഇന്നലെ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇന്നത് പ്രവർത്തിക്കണം. ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന എത്രത്തോളമാണ്, ആ സമയം നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് നാളെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ സമയമുണ്ടെങ്കിലും നമ്മൾ നാളേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ മരണത്തിലേക്കാണ് അടുക്കുന്നത്. മരണമൊന്ന് ഉണ്ട്, ഹിസാബുണ്ട്, പരലോകമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഓരോ സമയവും കഴിച്ചു കൂട്ടേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അവരിലൂടെ നമ്മുടെ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക, ഒരു സലാം പറയുക, കുടുംബങ്ങളെ സന്ദർശിക്കുക. ഇന്ന് വളരെ നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മുടെ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടുപോകുന്നു, കണ്ടുകൊണ്ട് നമ്മളതിനെ വിലപിക്കുകയല്ലാതെ നമുക്കൊന്നിനും കഴിയുകയില്ല. ഇതുപോലെ നമ്മുടെ സമയം എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു എന്തൊക്കെയാണോ നമ്മുടെ കൽപ്പിച്ചത്, പരലോകത്തുള്ള വിജയത്തിന് വേണ്ടി നമ്മൾ അമലു സ്വാലിഹാത്ത് ചെയ്യുക. വൽ-അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അമലു സ്വാലിഹാത്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക്, അവരെ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പരലോകത്തെപ്പറ്റിയും ഖുർആനെ പറ്റിയും ഹദീസിനെ പറ്റിയും പ്രവാചകന്മാരുടെ ഈമാൻ കാര്യത്തെക്കുറിച്ച് ഇസ്ലാം കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ സമയം കളയുക. ഉള്ള സമയം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ സമയം വിനിയോഗിക്കണമെന്ന് ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ 3 മിനിറ്റ് സ്പീച്ച് അവസാനിപ്പിക്കുന്നു. കുറേ പറയാനുണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് കുറച്ചുള്ളതിൽ അനുവദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.